ക്വസ്റ്റ്യൻ പേപ്പർ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവൂലേ ഇത് നാളത്തെ ക്വസ്റ്റ്യൻ ആണെന്ന്. ഇത് നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും അല്ല കേട്ടോ. ഇതൊരു 5 വർഷത്തെ PYQs ആണ്. നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമാണ്, ക്ലാസ് 8ന്റെ ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടില്ല അല്ലെ. അതുകൊണ്ട് തന്നെ ഒരുപാട് വർഷത്തെ PYQs സൈറ്റിലൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കിട്ടുന്നതേ ഉള്ളൂ. അപ്പൊ PYQs എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഒരേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്രയും കൊല്ലങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും, ഒരു 5 കൊല്ലത്തെ PYQs എടുത്താൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും നാളത്തെ എക്സാമിൽ ക്വസ്റ്റ്യൻ പേപ്പർ തുറക്കുന്ന സമയത്ത് നിങ്ങൾ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് കാണാൻ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ നാളത്തെ എക്സാമിന്റെ ക്വസ്റ്റ്യൻസും ആയിട്ടാണ് മിസ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് 7 ചാപ്റ്റേഴ്സ് ആണ് അല്ലെ ഉള്ളത്. നാളത്തെ എക്സാമിന് 7 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ആ 7 ചാപ്റ്റേഴ്സിൽ നിന്ന് ആദ്യത്തെ 3 ചാപ്റ്ററിൽ നിന്നും വളരെ 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 കുറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസേ ചോദിക്കൂ. ഒരു 2-3 ക്വസ്റ്റ്യൻസ് മാത്രമേ നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്നുള്ളൂ. ആ ക്വസ്റ്റ്യനും എന്തായിരിക്കും, ഓർ ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കാം. അപ്പൊ നിങ്ങൾ പഠിക്കാൻ ഇരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, 4ാമത്തെ ചാപ്റ്റർ മുതലാണ് നിങ്ങൾ എപ്പോഴും പഠിക്കാൻ തുടങ്ങേണ്ടത്. അത് അടിപൊളിയായിട്ട് പഠിച്ചു വെച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, മുകളിലേക്ക് പോവുക. സെറ്റ്, ഓക്കെ അല്ലേ? ദെൻ 4ാമത്തെ ചാപ്റ്റർ ഏതാണ് വരുന്നത്? 4ാമത്തെ ചാപ്റ്റർ നമുക്ക് വരുന്നത് ഐഡന്റിറ്റീസ് അല്ലെങ്കിൽ സർവ്വസമവാക്യങ്ങളാണ് അല്ലെ. ഐഡന്റിറ്റീസ് അല്ലെങ്കിൽ സർവ്വസമവാക്യങ്ങൾ. ഇതിൽ നിന്നും നിങ്ങൾക്ക് നാളെ ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഒന്ന് x+y² എക്സ്പാൻഷൻ നിങ്ങളോട് ചോദിക്കും. ഈ എക്സ്പാൻഷൻ വെച്ചുകൊണ്ട് നിങ്ങളോട് ഇങ്ങനെ ഒരു നമ്പർ തന്നിട്ട് അത് എത്രയാന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും. സിമ്പിൾ ആയിട്ട് ചെയ്യില്ലേ? അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് x+1 × y+1, x+1 × y+1 അതിന്റെ എക്സ്പാൻഷൻ ചോദിക്കും. അതുപോലെ തന്നെ ഒരു നമ്പർ വന്നിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്യാനും പറയും. അപ്പൊ ഈ ഒരു ഇക്വേഷനും ആലോചിച്ച് വെക്കുക. ദെൻ x² - y², നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. x² - y² എന്ന് പറഞ്ഞാൽ എന്താണ്? x+1 × y+1 ആണ് അല്ലെ. അപ്പൊ ഇതും നിങ്ങളോട് അടിപൊളിയായിട്ട് നാളെ ചോദിക്കാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ 3 ഇക്വേഷൻസ് ആണ് നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കേണ്ടത്. ഏതൊക്കെയായിരുന്നു? x+y² ആയിരിക്കും, x+1 × y+1 ഉണ്ട്, അതുപോലെ തന്നെ x² - y². നോക്കി വെച്ചോ, നാളത്തെ എക്സാമിനുള്ളതാണ്. ദെൻ അടുത്ത നോക്കിയാടാ, മണി മാത്സ് അല്ലെങ്കിൽ പണവിനിമയമാണ് അല്ലെ നമ്മുടെ അടുത്ത ചാപ്റ്റർ ആയിട്ട് വരുന്നത്, 5ാമത്തെ ചാപ്റ്റർ. അപ്പൊ ഇതിൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? സിമ്പിൾ ഇൻട്രസ്റ്റ് എന്താ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്താന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് അല്ലെ. അപ്പോൾ ഈ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതിൽ നിന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് essay ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്നത്. ആ essay ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്നത് ഇതായിരിക്കും. അതായത് ഒരു പ്രൊഡക്ഷൻ കമ്പനിയുടെ പ്രൊഡക്ഷൻ ഒന്നെങ്കിൽ കൂടിയിട്ടുണ്ടാവും അല്ലെങ്കിൽ കുറഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് നിങ്ങളോട് പറയും പ്രൊഡക്ഷൻ ഇത്ര കുറഞ്ഞു അല്ലെങ്കിൽ കൂടിയെങ്കിൽ എത്രയായിരിക്കും അവസാനം തിരിച്ചു കിട്ടുന്ന എമൗണ്ട്, എത്രയായിരിക്കും 2 വർഷം കഴിഞ്ഞാൽ അയാളുടെ പ്രൊഡക്ഷന്. അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങളോട് ഒരു ചോദ്യം നിർബന്ധമാണ്. ഓക്കെ ആണ്, സെറ്റാണ്, 100%. ഇത് നോക്കി വെച്ചോ, ഇത് നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അടിപൊളിയായിട്ട് ഉണ്ടായിരിക്കും. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് 2 ആൾക്കാരെ തരും. 2 ആൾക്കാരിൽ ഒരാൾ സിമ്പിൾ ഇൻട്രസ്റ്റ് കണക്കാക്കുന്ന ബാങ്കിൽ നിന്നായിരിക്കും കട എടുത്തിട്ടുണ്ടാവുക. മറ്റേ ആളെന്ന് പറയുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണക്കാക്കുന്ന ബാങ്കിൽ നിന്നായിരിക്കും. എന്നിട്ട് നിങ്ങളോട് ചോദിക്കും, ഒരാൾക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് കണക്കാക്കിയ ബാങ്കിൽ നിന്ന് എടുത്ത ആൾക്ക് എത്രയാണ് കിട്ടിയത്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണക്കാക്കിയ ബാങ്കിൽ നിന്ന് എടുത്ത ആൾക്ക് എത്രയാണ് കിട്ടിയതെന്ന്. ഇവിടെ നോക്ക്, രാമു ഉണ്ട്, വേണു ഉണ്ട്. രാമു സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്, വേണു എന്ന് പറയുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണക്കാക്കുന്ന ബാങ്കിൽ നിന്നാണ് എടുത്തത്. എന്നിട്ട് നിങ്ങളോട് ചോദിക്കും ഇതിൽ 2 ആൾക്കും എത്ര എമൗണ്ട് തിരിച്ചു കിട്ടിയെന്ന്. 2 ഇക്വേഷൻസേ പഠിക്കാനുള്ളൂ അല്ലെ. ആ ഇക്വേഷൻസ് പഠിച്ചാൽ നിങ്ങൾക്ക് നോക്ക് 5 മാർക്കാണ് കിട്ടുന്നത്. സിമ്പിൾ കാര്യം. ഇനി അടുത്ത നോക്കിയതാ, അടുത്ത നമുക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുന്ന കാര്യമാണ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 3 ടൈപ്പ് ഉണ്ട് അല്ലെ. ആനുവലി കോമ്പൗണ്ടഡ് ഉണ്ട്, ക്വാർട്ടർലി ഉണ്ട്, ആൻഡ് എന്താണ്, ഹാഫ് ഇയർലി ഉണ്ട്. അതിൽ ഈ ക്വാർട്ടർലിയും ഹാഫ് ഇയർലിയും വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ചോദ്യം ഷുവർ ആണ്. നിങ്ങളോട് ചോദിക്കും, നിങ്ങൾക്ക് 2 ആളെ പേര് തരും. ഒരാൾ ക്വാർട്ടർലി ആയിട്ടായിരിക്കും എടുത്തത്, ഒരാൾ ഹാഫ് ഇയർലി ആയിട്ടായിരിക്കും എടുത്തത്. എന്നിട്ട് 2 ആൾക്കും തിരിച്ചു കിട്ടുന്ന എമൗണ്ടും ചോദിക്കും. സിമ്പിൾ കാര്യമാണ്. മറ്റേ ഇക്വേഷൻ തന്നെ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ തന്നെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇത് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ അല്ലെ. അപ്പൊ ഈ 2 ഇക്വേഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ദെൻ അടുത്ത നമുക്ക് വരുന്ന ഏതാണ്, കൺസ്ട്രക്ഷൻ ഓഫ് ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ ചതുർഭുജങ്ങളുടെ നിർമ്മിതിയാണ് അല്ലെ. അപ്പൊ ഇതിൽ നിന്നാണ് ഏറ്റവും മാർക്ക് നിങ്ങൾക്ക് നാളത്തെ എക്സാമിന് ചോദിക്കാൻ പോകുന്നത്. ഏറ്റവും കൂടുതൽ മാർക്ക് ഇതിൽ നിന്നായിരിക്കും കേട്ടോ. അപ്പൊ അടിപൊളിയായിട്ട് പഠിച്ചു വെച്ചോ. ഒരുപാടൊന്നുമില്ല, കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഡയഗണൽ തന്നിരിക്കും. ഡയഗണൽ തന്നിട്ട് നിങ്ങളോട് ചോദിക്കും സ്ക്വയർ വരയ്ക്കാൻ. ഡയഗണൽ തന്നിട്ട് സ്ക്വയർ വരയ്ക്കാൻ പറയും. നമ്മൾ വരച്ച് പഠിച്ചതാണ്, ഒന്ന് ഓർത്തെടുക്കുക. ദെൻ അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറെ സ്റ്റേറ്റ്മെന്റ് ഇതുപോലെ തരും. എന്നിട്ട് ചോദിക്കും പാരലലോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ഇതിലേതാണ്, അല്ലെങ്കിൽ സ്ക്വയറുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ഇതിലേതാണെന്ന്. നമ്മൾ 6 ക്വാഡ്രിലാറ്ററൽസ് ആണ് അല്ലേ പഠിച്ചത്. ഇപ്പൊ 6 ക്വാഡ്രിലാറ്ററലിനും ഓരോ 3 പ്രത്യേകത ഒക്കെ വെച്ചിട്ടേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്നും അടിപൊളിയായിട്ട് നോക്കി വെക്കുക. അതെന്തായാലും ഷുവർ ആണ്, നാളെ ഷുവർ ആണ്. ദെൻ
മറ്റൊരു കാര്യം എന്ന് പറയുന്നത് റോംബസ് ആണ്. റോംബസ് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് കേട്ടോ. റോംബസ് നമ്മളുടെ ഈ ഒരു ചാപ്റ്ററിൽ റോംബസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ 100%. അപ്പൊ റോംബസ് വിട്ടുപോവേണ്ട, അടിപൊളിയായിട്ട് പഠിച്ചു വെച്ചോ. അപ്പൊ നോക്ക്, റോംബസിൽ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ എത്രയാണ് നിങ്ങളോട് എന്തായാലും ചോദിക്കും. അപ്പൊ നിങ്ങൾ സിമ്പിൾ ആയിട്ട് എഴുതി കൊടുക്കണം, 90 ഡിഗ്രിയാണ് ഈ ആംഗിൾ എന്ന് എഴുതി കൊടുക്കണം. അതുപോലെ വികരണത്തിന്റെ നീളവും ചോദിക്കും. വികരണത്തിന്റെ നീളം എഴുതാൻ ഇത് മാത്രം അറിഞ്ഞാൽ മതി. രണ്ട് വികരണങ്ങൾ പരസ്പരം ലംബ സമഭാജിയാണ്, പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണെന്ന് അറിയുന്ന മക്കൾക്ക്, ഏത് മക്കൾക്കും അടിപൊളിയായിട്ട് ഇതിന്റെ ആൻസർ എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതുപോലെ ആയിരിക്കും. ഇങ്ങനെ ഒരു ഫിഗർ തന്നിരിക്കും, എന്നിട്ട് നിങ്ങളോട് ഈ ഫിഗർ വരയ്ക്കാൻ പറയും. അപ്പൊ ഇതൊന്നും ഒരിക്കലും നിങ്ങൾ വെറുതെ വിടരുത് കേട്ടോ. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കറക്റ്റ് മെഷേഴ്സ് എടുത്ത് വരച്ചോന്നൊന്നും ആരും നോക്കൂന്നൊന്നുമില്ല. എന്താണ്, നിങ്ങൾ ഏകദേശം ഇത് വരയ്ക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് നോക്കിയാൽ പറ്റിയിട്ടുണ്ട് എന്ന് അവർ കണ്ടാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഒരു മാർക്ക് നിങ്ങൾക്ക് തന്നിരിക്കും. അപ്പൊ ഇങ്ങനെ വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻസ് മക്കൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, അത് ഒഴിവാക്കി വിടരുത്. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും, എന്തായാലും നിങ്ങളോട് ചതുർഭുജം വരയ്ക്കാൻ പറയും. ഇങ്ങനെ ഒരു ചതുർഭുജത്തിന്റെ ഫോട്ടോ തരും, എന്നിട്ട് നിങ്ങളോട് പറയും ഈ ചതുർഭുജം വരയ്ക്കാൻ. എങ്ങനെയാ വരയ്ക്കുക? ആദ്യം ഈ ത്രികോണം വരയ്ക്കുന്നു, പിന്നെ ഈ ത്രികോണം വരയ്ക്കുന്നു അല്ലെ. അങ്ങനെ ചതുർഭുജം വരയ്ക്കാനും നിങ്ങളോട് എന്തായാലും നാളത്തെ എക്സാമിന്റെ പേപ്പറിൽ ചോദിച്ചിരിക്കും. ദെൻ ലാസ്റ്റ് ചാപ്റ്റർ ഏതാ വരുന്നത്? റേഷ്യോ ആണ് അല്ലെ, അംശബന്ധാണ്. റേഷ്യോ അല്ലെങ്കിൽ അംശബന്ധത്തിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മളോട് ചോദിക്കുള്ളൂ. ആ ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നോക്ക്, ഈ ഗേൾസ് ആൻഡ് ബോയ്സ് ഉണ്ടാവും. ഗേൾസ് ആൻഡ് ബോയ്സിന്റെ അംശബന്ധം നിങ്ങൾക്ക് തരും, എന്നിട്ട് നിങ്ങളോട് ചോദിക്കും എത്ര ഗേൾസാ ഉള്ളത്, എത്ര ബോയ്സാ ഉള്ളത്. ഓക്കെ, ഗേൾസ് ആൻഡ് ബോയ്സിന്റെ അംശബന്ധം തരും. അതുപോലെ തന്നെ ഇവന്മാരിൽ ആരെങ്കിലും ഒരാളെ നമ്പറും തരും. ബോയ്സ് ഈസ് 12 എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഗേൾസ് എത്ര? സിമ്പിൾ കാര്യല്ലേ. അതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗേൾസിന്റെയും ബോയ്സിന്റെയും തന്നെ അംശബന്ധം നിങ്ങൾക്ക് തരും, എന്നിട്ട് നിങ്ങളോട് പറയും ഗേൾസ് ബോയ്സിനേക്കാൾ ഇത്ര കൂടുതലാണ്. ഇവിടെ നമുക്ക് ഗേൾസ് 8 more ഗേൾസ് ഉണ്ട് ദാൻ ബോയ്സ്. അപ്പൊ എന്താണ്, എന്നിട്ട് നിങ്ങളോട് ചോദിക്കും ഗേൾസ് എത്ര, ബോയ്സ് എത്രയാണ്. സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഫൈൻഡ് ചെയ്യില്ലേ? നിങ്ങൾക്ക് അറിയാത്തതുണ്ടെങ്കിൽ ഒന്നും പേടിക്കേണ്ട. നമുക്ക് ലൈവ് വരുന്നുണ്ട് രാത്രി കൃത്യം 7 മണിക്ക്. ഞാനും ഹസിൽ സാറും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കേണ്ടതാണ്, അടിപൊളിയായിട്ട് പവറായിട്ട് സെറ്റായിട്ട് പഠിക്കേണ്ടതാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് 7 മണിക്ക് തന്നെ ഫ്രണ്ട്സിനൊക്കെ കൂട്ടിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ എത്തുക കേട്ടോ ക്ലാസ്സിൽ. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. നിങ്ങൾക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതുപോലൊരു ജനറൽ ക്വസ്റ്റ്യൻ ആയിരിക്കും, എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ പോകുന്നത്. അപ്പൊ നോക്ക്, ഇത് ഒരിക്കലും ആരും സ്കിപ്പ് ചെയ്ത് വിടരുത് കേട്ടോ. നിങ്ങൾക്ക് ഒന്ന് ഇരുന്ന് വായിച്ചു നോക്കിയാൽ ഏവനും ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് ഇങ്ങനെയുള്ള ഒരു ജനറൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. മാത്സ് അറിയാത്തവരാവട്ടെ അറിയുന്നവനാവട്ടെ എല്ലാവർക്കും പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇങ്ങനെ ഒരു ജനറൽ ക്വസ്റ്റ്യൻ എന്നുള്ളത്. അപ്പൊ ഇത് 100% ഷുവർ ആണ്, ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആയിരിക്കും ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ എന്തിന് സമയമില്ലെങ്കിലും മക്കൾ എന്ത് ചെയ്യുക, അവസാനം വെച്ചിട്ട് ആ ജനറൽ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതി വെക്കുക കേട്ടോ. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മാർക്ക് വാങ്ങേണ്ടതാണ്. അപ്പൊ എന്താണ്, ഇത്രയും കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് നാളത്തെ എക്സാമിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പോകുന്നത്. അപ്പൊ അടിപൊളിയായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് എക്സാം എഴുതണം, ക്രിസ്മസ് എക്സാം കളറാക്കണം. അപ്പൊ എന്ത് ചെയ്യുക, അതുപോലെ തന്നെ ഇന്നത്തെ രാത്രിത്തെ ലൈവിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ ഫ്രണ്ട്സിനെയും കൂട്ടി വരാം. നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. അടിപൊളിയായിട്ട് നമുക്ക് അവിടെ നിന്ന് പഠിക്കാം. ഓക്കെ, റെഡി? അപ്പൊ ലൈവിൽ കാണാം. അതുവരേക്കും ബൈ.